ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ടൊരു മസാല ആയാലോ. അപ്പോൾ 2 വഴുതനങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഈ വഴുതനങ്ങ ഒന്ന് വഴറ്റിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ. ഇത്ര ആയാൽ മതി. ഇനി ഇതങ്ങ് സൈഡിലേക്ക് മാറ്റി വെക്കുക. അതേ ചീനച്ചട്ടി തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകും 1 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 വലിയുള്ളി കട്ട് ചെയ്തും 1 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ 1 തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മീറ്റ് മസാല 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതാ ആ പൊടികളുടെ ആ പച്ച മണക്കം ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ സമയത്ത് ഉപ്പൊക്കെ പാകാണ് നോക്കണേ. അപ്പോൾ നമ്മുടെ വഴറ്റി വെച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ കിടന്നിട്ട് ആ വഴുതനങ്ങയും മസാലയും എല്ലാം ഒന്ന് റെഡി ആയിട്ട് വഴുതനങ്ങയിൽ പിടിച്ച് വരുമ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അടിപൊളി.